മന്ത്രി കെ ബാബുവിന്റെയും ബന്ധുക്കളുടെയും വീടുകളിൽ വിജിലൻസ് റെയ്ഡിൽ ബാബുവിന്റെ വീട്ടിൽ നിന്നും 1.5 ലക്ഷം രൂപയും ബാബുവിന്റെ ബിനാമിയും വ്യവസായിയുമായ മോഹൻദാസിന്റെ വീട്ടിൽ നിന്ന് 6.5 ലക്ഷം രൂപയും വിജിലൻസ് പിടിച്ചെടുത്തു. ബാബുവിന് റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായും പ്രമുഖ ബിസിനസ് ഗ്രൂപ്പുകളുമായും വഴിവിട്ട ബന്ധം. കേരളത്തിന് പുറത്തും ബിനാമി ഇടപാടുകൾ. സംഭവത്തിൽ പ്രതികരിക്കാതെ ഉമ്മൻചാണ്ടിയും സുധീരനും വിവരങ്ങളുമായി സമീർ വഴങ്ങോട് ചേരുന്നുണ്ട്. സമീർ, ഒരുപക്ഷെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഈ അടുത്തിടെയായൊക്കെ തന്നെയും കെ ബാബുവിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ കൂടുതൽ ശരിവെക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, റെയ്ഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ്? കെ ബാബുവിനെതിരെ ഉയർന്നത് വെറും ആരോപണങ്ങളായിരുന്നില്ല എന്നുള്ള സ്ഥിരീകരണമാണ് ഓരോ പരിശോധനകളും പുരോഗമിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടി ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ്. 6 ഇടങ്ങളിലായാണ് പരിശോധന തുടരുന്നത്. കെ ബാബുവിൻ്റെ തൃപ്പൂണിത്തുറയിലെ വീട്ടിലും അതോടൊപ്പം തന്നെ 2 പെൺമക്കളുടെ വീടുകളായിട്ടുള്ള പാലാരിവട്ടത്തെയും തൊടുപുഴയിലും വീടുകളിലും പരിശോധന തുടരുന്നു. അതോടൊപ്പം തന്നെ ബാബുവിൻ്റെ ബിനാമികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 2 വ്യക്തികൾ, അതായത് ബാബുറാം അതോടൊപ്പം തന്നെ മോഹൻദാസ് എന്ന 2 വ്യക്തികൾ, റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്ന് കൂടി വിശേഷിപ്പിക്കുന്ന വ്യക്തി കൂടിയാണ് ഈ ബാബുറാം. വലിയ രീതിയിൽ കേരളത്തിനകത്തും പുറത്തും ഒരുപോലെ ബിസിനസ് സ്ഥാപനങ്ങളും ഭൂമാഫിയും ഭൂ ഇടപാടുകളും നടത്തുന്ന വ്യക്തി കൂടിയാണ് ബാബുറാം. ഈ ബാബുറാമുമായി കെ ബാബുവിന് വളരെ അടുത്ത ബന്ധമുണ്ട് എന്നും ബാബുറാമിൻ്റെ പേരിൽ കെ ബാബു വലിയ രീതിയിൽ ഭൂസ്വത്തുക്കൾ സമ്പാദ്യമാക്കിയിട്ടുണ്ട് എന്നും നേരത്തെ വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കെ ബാബുവിൻ്റെ വീടിന് നടക്കുന്ന പരിശോധനയ്ക്കൊപ്പം തന്നെ ബാബുറാമിൻ്റെ വീട്ടിലും ഇപ്പോൾ പരിശോധന തുടരുന്നത്. അതോടൊപ്പം തന്നെ മോഹൻദാസ് കൊച്ചിയിലെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യവസായിയാണ്, ബേക്കറി ഉടമ കൂടിയാണ് അദ്ദേഹം. റോയൽ ഗ്രൂപ്പിൻ്റെ വലിയ രീതിയിലുള്ള ഒരു ബേക്കറി സ്ഥാപനങ്ങളെല്ലാം നടത്തുന്ന വലിയ ഒരു ശൃംഖലയാണ് ഇദ്ദേഹത്തിനുള്ളത്. ഇത്തരത്തിലുള്ള ഈ വ്യക്തിയുമായും കെ ബാബുവിന് വലിയ ബന്ധമുണ്ട് എന്നും വലിയ രീതിയിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന വ്യക്തിയാണ് എന്നും വിജിലൻസ് കണ്ടെത്തിയിരുന്നു. അതേ തുടർന്നാണ് ഈ മോഹൻദാസിൻ്റെ വീട്ടിലും വിജിലൻസ് പരിശോധന നടത്തിയത്. ഇതിലാണ് 6.5 ലക്ഷം രൂപ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. മോഹൻദാസിൻ്റെ വീട്ടിലും അതോടൊപ്പം തന്നെ മോഹൻദാസിൻ്റെ ധനകാര്യ സ്ഥാപനത്തിലും വിജിലൻസിൻ്റെ പരിശോധന തുടരുകയാണ്. ഇത്തരത്തിൽ 6 ഇടങ്ങളിൽ നടത്തിയിട്ടുള്ള പരിശോധനയാണ്. വളരെ നിർണായകമായിട്ടുള്ള ഏതാനും രേഖകൾ കൂടി വിജിലൻസ് പിടിച്ചെടുത്തിരിക്കുന്നു. കെ ബാബുവിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ ആദ്യഘട്ടത്തിൽ ഉയർന്നിട്ടുള്ള ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളായിരുന്നു ഉയർന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആദ്യഘട്ടത്തിൽ അത് അട്ടിമറിക്കപ്പെട്ടു. എന്നാൽ തുടർന്ന് വന്ന ഇടത് സർക്കാർ ഈ സംഭവങ്ങളെല്ലാം തന്നെ വളരെ ഗൗരവത്തോടു കൂടി എടുക്കുകയും വളരെ ശക്തമായിട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. അതിനൊടുവിലാണ് വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം എറണാകുളം വിജിലൻസ് എസ് പി നേരിട്ട് ഈ സംഭവം അന്വേഷിക്കുകയും അതിനൊടുവിലാണ് ഈ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നത്. ഈ FIRൽ വളരെ പ്രമാദമായിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു FIRൽ സൂചിപ്പിച്ചിരുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് 100 കോടി രൂപയോളം വരുന്ന അഴിമതി കെ ബാബു നടത്തിയെന്നത്. അത്തരത്തിലുള്ള ഒരു FIRൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് പുലർച്ചയോടുകൂടെ ഈ റെയ്ഡ് നടത്തുന്നത്. ഈ റെയ്ഡിൽ ഗുരുതരമായിട്ടുള്ള പല ക്രമക്കേടുകൾ നടത്തിയതായി വിജിലൻസിന് വ്യക്തമായ രേഖകൾ ലഭ്യമായിട്ടുണ്ട്. എന്നാൽ അത് ആരുമായൊക്കെ ബന്ധപ്പെട്ടതാണ് എന്നുള്ള കാര്യം ഇപ്പോഴും കൃത്യമായ ഒരു സ്ഥിരീകരണം വിജിലൻസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. എന്തായാലും 8 ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ ഈ ബാബുവിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളെ സാധൂകരിക്കുന്ന നിരവധി വളരെ പ്രമാദമായിട്ടുള്ള രേഖകളും വിജിലൻസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോഴും അത്തരത്തിലുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കെ ബാബുവിൻ്റെ തൃപ്പൂണിത്തുറയിലെ വീട്ടിലാണ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ വീട്ടിനകത്ത് ഇപ്പോഴും വിജിലൻസിൻ്റെ പരിശോധന തുടർന്ന് വരികയാണ്. ഇവിടെ നിന്ന് ഈ പണത്തോടൊപ്പം തന്നെ ഏതാനും സ്വർണ്ണാഭരണങ്ങളും കമ്പ്യൂട്ടർ അടക്കമുള്ളവ വിജിലൻസ് പിടിച്ചെടുത്തിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ കെ ബാബുവിൻ്റെ മുന്നിൽ അതെല്ലാം തന്നെ രേഖപ്പെടുത്തേണ്ട ചുമതലയുണ്ട്. അതുകൊണ്ടെല്ലാം തന്നെ ആ പട്ടിക തയ്യാറാക്കിക്കൊണ്ട് കെ ബാബുവിനെ അതിൻ്റെ അക്കാര്യങ്ങളെല്ലാം തന്നെ ബോധിപ്പിച്ചുകൊണ്ട് കെ ബാബുവിൻ്റെ ഒപ്പ് ശേഖരിക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിജിലൻസിൻ്റെ ഈ റെയ്ഡ് അവസാനിക്കുന്നവർക്ക് കെ ബാബു മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ അട്ടിമറി നടന്ന സംഭവം തുടർന്ന് ഇപ്പോൾ അദ്ദേഹം പ്രതിക്കൂട്ടിലായ സംഭവം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കും ഏറെ പ്രാധാന്യമാണുള്ളത്. ഏതായാലും പരിശോധന ഇപ്പോഴും 6 ഇടങ്ങളിലും പുരോഗമിക്കുന്നു. ഈ റെയ്ഡ് അവസാനിക്കുന്ന മുറയ്ക്കായിരിക്കും കെ ബാബു മാധ്യമങ്ങളെ കാണുന്നത്. സമീറാണ് വിവരങ്ങൾ നൽകിയത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ബാബുവിനെതിരെ കേസ്. വിജിലൻസ് ആണ് കേസെടുത്തത്. റിയൽ എസ്റ്റേറ്റുകാരായ 2 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. മുൻമന്ത്രി കെ ബാബു 1-ാം പ്രതിയും കുമ്പളം സ്വദേശി ബാബുറാം, തൃപ്പൂണിത്തുറ സ്വദേശി മോഹനൻ എന്നിവരെ 2ഉം 3ഉം പ്രതികളുമാക്കിയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രാഥമിക പരിശോധനയിൽ കെ ബാബുവിൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് നിരവധി വിവരങ്ങൾ ലഭിച്ചതായി FIRൽ പറയുന്നു. ദരിദ്രമായ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും പൊതുരംഗത്തെത്തിയ ബാബുവിന് ഇന്ന് കോടികളുടെ ആസ്തിയുണ്ട്. മന്ത്രി എന്ന നിലയ്ക്കുള്ള അധികാരം ഉപയോഗപ്പെടുത്തിയാണ് ഇവയൊക്കെ ആർജിച്ചത്.
റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായും ബിസിനസ് ഗ്രൂപ്പുകളുമായും ബാബുവിന് വഴിവിട്ട ബന്ധങ്ങളുണ്ട്. കേരളത്തിനകത്തും പുറത്തും ബിനാമി സ്വത്തുക്കളുമുണ്ട്. തേനിയിലെ 120 ഏക്കർ തോട്ടം ഇതിന് തെളിവായി FIR ചൂണ്ടിക്കാട്ടുന്നു. കേസിൽ 2-3 പ്രതികളാക്കി ചേർത്തവർ ബാബുവിൻ്റെ ബിനാമികളാണ്. പറയത്തക്ക വരുമാനമൊന്നുമില്ലാതിരുന്ന ഇവർ ഇന്ന് ആർഭാട ജീവിതം നയിക്കുന്നു. ആഡംബര വാഹനങ്ങൾ ഉൾപ്പെടെ കോടികളുടെ സ്വത്ത് ഇവർക്കുമുണ്ട്. ഇവർ ഇപ്പോൾ നടത്തുന്ന വൻകിട ബിസിനസ് സംരംഭങ്ങളിൽ ബാബുവിനും പങ്കാളിത്തമുണ്ടെന്ന് FIR പറയുന്നു. മകൾ ആതിരയുടെ ഭർത്തൃപിതാവ് രവീന്ദ്രൻ്റെ പേരിൽ 45 ലക്ഷത്തിൻ്റെ ആഡംബര കാർ വാങ്ങി. എന്നാൽ ബാർക്കോഴ ആരോപണം ഉയർന്നപ്പോൾ അത് ജാസ്മിൻ എന്നയാളുടെ പേരിലേക്ക് രജിസ്ട്രേഷൻ മാറ്റി. മന്ത്രി എന്ന നിലയിൽ ലഭിച്ച ശമ്പളം മാത്രമായിരുന്നു ബാബുവിൻ്റെ വരുമാനം. മാത്രമല്ല, ബാബുവിൻ്റെ പേരിൽ ബാങ്ക് വായ്പകളൊന്നുമില്ല. എറണാകുളത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പങ്കാളിത്തം, തൊടുപുഴയിൽ ലോക്ക് ബ്രിക്ക് ബിസിനസ്, റോയൽ ബേക്കറി ഗ്രൂപ്പിൽ ബിസിനസ് പങ്കാളിത്തം തുടങ്ങി മുൻ മന്ത്രിയുടെ അനധികൃത സ്വത്ത് സംബന്ധിച്ച പട്ടിക തന്നെ FIR-നൊപ്പം ചേർത്തിട്ടുണ്ട്. FIR കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. സാലി മുഹമ്മദ്, കൊച്ചി. ബാബുവിന്റെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ് നടത്തിയത് നിയമപരമായ നടപടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാര്യങ്ങൾ അന്വേഷിക്കുന്നത് അത് നിയമപ്രകാരമുള്ള അന്വേഷണം നടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായി ആളുകളെ കൈകാര്യം ചെയ്യുക എന്നത് ഈ ഗവൺമെൻറ് ഉദ്ദേശമല്ല. ബാബുവിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നതിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരം വേണ്ടതില്ല അവർക്ക്. അപ്പോൾ എനിക്കത് അറിയുന്ന കാര്യമല്ല. സാധാരണ നിയമത്തിൻ്റെ നടപടിക്രമം അനുസരിച്ച് റെയ്ഡിൻ്റെ ഘട്ടം എത്തിയിട്ടുണ്ടാകാം, അതുകൊണ്ട് റെയ്ഡ് നടത്തിയിട്ടുണ്ടാകാം. അത്രയും എനിക്കതിനെപ്പറ്റി പറയാൻ പറ്റും. അഴിമതി അവസാനിപ്പിക്കാനുള്ള സർക്കാർ നയത്തിന്റെ ഭാഗമാണ് റെയ്ഡെന്ന് ജേക്കബ് തോമസ്. വിജിലൻസ് ചെയ്യുന്നത് വിജിലൻസിന്റെ പണിയെന്നും ജേക്കബ് തോമസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്നത് ഏകാധിപത്യ ഭരണമെന്ന് KPCC വൈസ് പ്രസിഡന്റ് MM ഹസൻ. 25 വർഷമായി സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. ഇങ്ങനെ പോയാൽ കോൺഗ്രസ് ചരിത്ര വസ്തുവായി മാറുമെന്നും ഹസൻ പത്തനംതിട്ടയിൽ പറഞ്ഞു. കെ ബാബു മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം പറയട്ടെ. എന്റെ മുഖത്തിട്ട് കുത്തല്ലേ, എന്റെ മുഖത്തിട്ട് കുത്തിട്ട്. പറയട്ടെ. ഇത് അവര് കണ്ടില്ല. പറയട്ടെ. വിജിലൻസിൻ്റെ FIR-ൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. ഇതൊരു പകപോക്കലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതിനകത്തിപ്പോൾ പ്രധാനമായിട്ട് പറഞ്ഞ 3-4 ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഞാൻ തേനിയിൽ 120 ഏക്കർ സ്ഥലം എനിക്കുണ്ടെന്നാണ്. ഞാൻ ഇതിനു മുമ്പ് എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ച് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ 2008 നവംബർ 3-ാം തീയതി എൻ്റെ മരുമകൻ്റെ പിതാവ്, അദ്ദേഹത്തിൻ്റെ പേരും ബാബു എന്നാണ്, അതായിരിക്കാം ചിലപ്പോൾ, അദ്ദേഹം ബാങ്ക് ഡ്രാഫ്റ്റ് കൊടുത്ത് 60 ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. 2008 നവംബർ 3-ാം തീയതി. അതിനുശേഷം അവരത് 2011 വിറ്റു. മനസ്സിലായി. ഇതെല്ലാം മറ്റേ ബാങ്ക് വഴിയുള്ള ഇടപാടുകളാണ്. അപ്പോൾ തേനിയിൽ 120 ഏക്കർ സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റാണ്. അത് 2008 നവംബർ 3-ാം തീയതി എൻ്റെ മരുമകൻ്റെ പിതാവ്, മരുമകൻ്റെ അവർ വാങ്ങിയിട്ടുള്ളതാണ്. എൻ്റെ മകളുടെ വിവാഹം നടക്കുന്നത് 2012 സെപ്റ്റംബർ 9-ാം തീയതിയാണ്. 2012 സെപ്റ്റംബർ 9-ാം തീയതിയാണ് എൻ്റെ മകളുടെ വിവാഹം നടക്കുന്നത്. അപ്പോൾ അതിന് മുമ്പേ അവർ വാങ്ങുകയും വിൽക്കുകയും ചെയ്തു ഈ ഭൂമി. അതും ബാങ്ക് ഡ്രാഫ്റ്റ് കൊടുത്തിട്ടാണ് തേനിയിലെ ഭൂമി. അപ്പോൾ അത് എൻ്റെ ഭൂമിയായിട്ടാണ് വിജിലൻസ് FIR പറഞ്ഞിട്ടുള്ളത്. ഞാനിതിപ്പോൾ പറഞ്ഞാൽ ഇതിനു മുമ്പ് ഒരു പത്രസമ്മേളനത്തിൽ ഞാൻ പറയുകയും ചെയ്തിട്ടുള്ളതാണ്. രണ്ടാമതൊരു കാര്യം, ഇതിനകത്ത് എനിക്ക് അനധികൃതമായി ഒരുപാട് സ്വത്തുണ്ടെന്നാണ്. യഥാർത്ഥം പറഞ്ഞാൽ എൻ്റെ ബിനാമിയായിട്ട് പറഞ്ഞപ്പോൾ ഒരു റോയൽ ബേക്കറി മോഹൻ, സത്യത്തിൽ എനിക്ക് ആ പുള്ളിനെ അറിയുക പോലും ചെയ്യില്ല. അറിയുമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു ബേക്കറി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതല്ലാതെ എനിക്ക് ഒരു ബന്ധമില്ല.
അദ്ദേഹമൊക്കെ എൻ്റെ ബിനാമിയായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള ഈ FIR ഇവിടെയുള്ള CPM ഓഫീസിൽ ചോദിച്ചാൽ പറയും. എനിക്ക് ഒരു ബന്ധവുമില്ല. അതുപോലെ തന്നെ ബാബുറാം, എനിക്കെന്താ ബന്ധം? അയാൾ ആലപ്പുഴയിൽ നിന്ന് കായംകുളത്തു നിന്ന് കുമ്പളത്ത് താമസിക്കുന്ന ഒരാളാണ്. നേരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. എനിക്ക് യാതൊരു ബന്ധമുള്ള ആളല്ല. പക്ഷെ അയാളും എൻ്റെ ബിനാമിയായിട്ടാണ് FIR പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൽ നോമിനേഷൻ കൊടുത്ത പേപ്പറുണ്ട്. ഇതിനകത്ത് പറഞ്ഞത് വിട്ടിട്ട് ഒരു സ്വത്തും എനിക്കില്ല. ഞാൻ ആരുടെ പേരിലും ഒരു സ്വത്തും സമ്പാദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പകപോക്കലിൻ്റെ ഭാഗമാണെന്നുള്ളത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് മറ്റേ ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റുകാരായിട്ട് ബന്ധം. എനിക്ക് ഏത് റിയൽ എസ്റ്റേറ്റുകാരായിട്ട് ബന്ധം? എനിക്ക് ഒരു റിയൽ എസ്റ്റേറ്റുകാരുമായിട്ട് ഒരു ബന്ധമില്ല. പക്ഷേ എറണാകുളത്തുള്ള എല്ലാ ബിസിനസ്സുകാരുമായിട്ടും എനിക്ക് ബന്ധമുണ്ട്. പക്ഷേ ആരുമായിട്ടൊരു ബിസിനസ് ബന്ധം എനിക്ക് ഇതുവരെ ഇല്ല, ഉണ്ടായിട്ടില്ല. ഇതെല്ലാം അതുകൊണ്ട് ഇത് വളരെ നീചമായിട്ടുള്ളൊരു നിലപാടിൻ്റെ ഭാഗമാണ്. കാരണം എനിക്ക് ഏതെങ്കിലും റിയൽ എസ്റ്റേറ്റ് ലോബിയായിട്ട് ഒരു ബന്ധം ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഇനി ഒട്ടും ഉണ്ടാകുകയില്ല. ഞാൻ വളരെ സത്യസന്ധമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്ന ഒരാളാണ്. അതുപോലെ തന്നെ സംസ്ഥാനത്തിന് പുറത്ത് എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള നിക്ഷേപം ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. യാതൊരു നിക്ഷേപവും സംസ്ഥാനത്തിന് പുറത്തോ സംസ്ഥാനത്തിനകത്തോ ഞാൻ നടത്തിയിട്ടില്ല. എനിക്ക് എന്ത് ഉണ്ടോ അതെല്ലാം ഞാൻ ഇൻകം ടാക്സിന് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ളതാണ്. അത് വിട്ടിട്ട് ഒരു സെൻറ്റ് ഭൂമിയോ എന്തെങ്കിലും തരത്തിലുള്ള സ്വത്തുവകകളോ ഞാൻ സമ്പാദിച്ചിട്ടുമില്ല. ഞാൻ മന്ത്രിയായതിനു ശേഷം മന്ത്രിയുടെ ആയ പീരീഡിലാണ് ഇതൊക്കെ നടന്നതെന്നാണ് ഇവർ പറയുന്നത്. മന്ത്രിയായ പീരീഡ് ആ കാലഘട്ടത്തിലോ അതിന് മുമ്പോ ഞാൻ ഒരു തരത്തിലുള്ള സ്വത്തും സ്വന്തമാക്കിയിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് ബിനാമികൾ എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും പേരിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാമല്ലോ. ഏതായാലും ഇത് തന്നെ ഞാൻ ആദ്യം കണ്ട സംഭവം തന്നെ അങ്ങേയറ്റം തെറ്റാണ്. പിന്നെ ഉള്ളത് എൻ്റെ മരുമകൻ്റെ പിതാവിൻ്റെ പേരിൽ ഒരു ബെൻസ് കാറ് വാങ്ങി ഈ വിവാദം വന്നപ്പോൾ അത് വിറ്റു എന്നുള്ളതാണ്. അതും രഹസ്യമായിട്ടുള്ള ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇത് കണ്ടപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചു. അത് ഈ കോട്ടക് മഹേന്ദ്ര അല്ലേ ഒരു ബാങ്ക്, കോട്ടക് മഹേന്ദ്ര ബാങ്ക് വഴി അവർ എടുത്ത കാറാണ്. അത് മാത്രമല്ല, അപ്പോൾ രഹസ്യമായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. അത് മാത്രമല്ല, അവർ വളരെ വർഷങ്ങളായിട്ട് തൊടുപുഴ ടൗണിൽ ബിസിനസ് ചെയ്യുന്നവരാണ്. അവർക്ക് പല ബിസിനസ് സ്ഥാപനങ്ങളും ഉണ്ട് തൊടുപുഴ ടൗണിൽ. അന്തസ്സായിട്ട് അവർ ബിസിനസ്സാണ്. അവർ കാറ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് എല്ലാം ഞാൻ മന്ത്രിയായതിൻ്റെ പേരിൽ മേടിച്ച അനധികൃതമായിട്ട് സമ്പാദിച്ചതിൻ്റെ പേരിലാണെന്ന് പറയുന്നതൊക്കെ അങ്ങേയറ്റം ദുഃഖകരമാണ്. കാരണം അവർ വളരെ പരമ്പരാഗതമായിട്ട് ബിസിനസ് ഉള്ളവരാണ് തൊടുപുഴ ടൗണിൽ. അത് തൊടുപുഴ അന്വേഷിച്ചാൽ അറിയാം എല്ലാവർക്കും. അവർ കാറ് വാങ്ങി അവർ വിറ്റു. ബാങ്ക് വഴിയാണ് അതിൻ്റെ ഫിനാൻസ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ എങ്ങനെ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് അവർ കാറ് വാങ്ങി എന്തുകൊണ്ട് വിറ്റു എന്നുള്ളത് അവരോട് എന്തുകൊണ്ട് കാറ് വാങ്ങി എന്നുള്ളത് അവർ പറയേണ്ട കാര്യം. എനിക്കതിനകത്തൊരു ബന്ധമുള്ളതല്ല. പിന്നെ ഉള്ളത് ഇപ്പം ഞാൻ സ്ക്രോൾ ചെയ്ത് വരുന്നത് കണ്ടതാണ് മറ്റേ സ്റ്റീൽ കമ്പനി. എനിക്കതിനെക്കുറിച്ചൊരു പിടിയില്ല, ഏത് സ്റ്റീൽ കമ്പനിയാണ്. എനിക്ക് അങ്ങനെ യാതൊരു സ്റ്റീൽ കമ്പനിയുമായിട്ടും ഒരു ബന്ധവുമില്ല. അതുപോലെ ഇതിനകത്തൊന്നും എനിക്ക് യാതൊരു പങ്കാളിത്തമുള്ള ആളുകളല്ല. എനിക്ക് എന്തുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അത് വിട്ടിട്ട് സ്ഥലം വാങ്ങുകയോ സ്വത്ത് സമ്പാദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം കോടതിയിൽ വരുന്ന സന്ദർഭത്തിൽ തെളിയിക്കാൻ സാധിക്കും. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു നിരപരാധീനെ എൻ്റെ ബിനാമിയായിട്ട് ചിത്രീകരിച്ചു. പിന്നെ എനിക്ക് എന്തോ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ബന്ധമുണ്ട്. ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ ഏർപ്പാടുകളും എൻ്റെ തലയിൽ കെട്ടിവെച്ചാൽ അതെങ്ങനെ വില പോകണം? എനിക്കിതുവരെയായിട്ട് ഒരു ബന്ധമില്ല. അതൊക്കെ അവർ പരിശോധിച്ചോട്ടെ. ഏതായാലും ഇതിനകത്ത് ഇപ്പോൾ FIRൽ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ്, സത്യവിരുദ്ധമായ കാര്യങ്ങളാണ്. അനധികൃതമായി ഒരു സ്വത്തും ഞാൻ സമ്പാദിച്ചിട്ടില്ല. ഇവിടെ നിന്നല്ല, ഞാൻ അതിന് എൻ്റെ കയ്യിൽ കണക്കുണ്ടല്ലോ. എനിക്കിത് എൻ്റെ ദൈനംദിന കാര്യങ്ങൾ നടക്കണ്ടേ,
അതിന് വേണ്ടിയിട്ടുള്ള പൈസ ഉണ്ട് എൻ്റെ കയ്യിൽ. 1.5 ലക്ഷം രൂപ ഉണ്ട്. 1.5 ലക്ഷം 1.5 ലക്ഷം രൂപ ഇവിടുന്ന്. അല്ലാതെ വലിയൊരു തുകയൊന്നും പിടിച്ചു കൊണ്ടുപോയിട്ടില്ല. എനിക്ക് എൻ്റെ ദൈനംദിന ആവശ്യങ്ങളുണ്ടല്ലോ, വണ്ടി ഓടിക്കണം, അതുപോലെ എൻ്റെ കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള അതല്ലാതെ വേറെ ഇത്രയും പരിശോധിച്ചിട്ടും വേറെ ഒന്നും പിടിച്ചില്ലല്ലോ. അതിൻ്റെ അർത്ഥം തന്നെ എന്തോ അല്ല 1.5 ലക്ഷമാണ് ഇവിടെ നിന്ന്. ഇവിടെ നിന്ന് 1.5 ലക്ഷം രൂപയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അല്ല, നിയമപരമായ നടപടി നാച്ചുറലായിട്ടും സ്വീകരിക്കുമല്ലോ. കാരണം ഇപ്പം ഇത് തന്നെ ഏറ്റവും വലിയ തെളിവ്. ഇപ്പം അവരുടെ കയ്യിൽ ഞാൻ അതിൻ്റെ കോപ്പി, ഈ തേനിയിലെ സ്ഥലത്തിൻ്റെ കോപ്പി അവരുടെ കയ്യിൽ കൊടുത്തായിരുന്നു. കാരണം ഞാൻ ഇതിനു മുമ്പ് ഈ ബിജു രമേശ് ഇതിങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ച് ഞാൻ പത്രസമ്മേളനം നടത്തിയപ്പോൾ ഞാനത് പറഞ്ഞിരുന്നു. കാരണം ഇത് തന്നെ ഒരു ബാലിശമാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇത് തന്നെ ഒന്ന് ശരിക്കും അന്വേഷിച്ചാൽ മനസ്സിലാവും. കാരണം ബാങ്ക് ഡ്രാഫ്റ്റ് കൊടുത്ത് അവർ വാങ്ങിയ സ്ഥലം, അവർ വിറ്റതിന് തെളിവ് അക്കൗണ്ടുണ്ട്. എൻ്റെ മകളുടെ വിവാഹത്തിന് മുമ്പാണ് വാങ്ങിയതും വിറ്റതും. വളരെ ബാലിശമല്ലേ? അതെ, 2012 സെപ്റ്റംബർ 1. അല്ല, 2011 ഇതെല്ലാം ഞാൻ ഈ സ്ക്രോൾ ചെയ്ത് വന്നപ്പോൾ ഒന്നും കൂടെ നോക്കി വെരിഫൈ ചെയ്താൽ. ഞാനിത് എറണാകുളത്ത് ഇപ്പം പറഞ്ഞതല്ല, ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് വക്കീലന്മാരുമായിട്ട് സംസാരിച്ചതിന് ശേഷം അത് ചെയ്യാൻ പറ്റുള്ളൂ എന്താണെന്നുള്ളത്. അതിനുള്ള അവകാശം ഉണ്ടല്ലോ. ഏതായാലും ഞാൻ ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ കടന്നു വന്ന ആളാണ്. എനിക്ക് ഇത്രയും കാലം പൊതുപ്രവർത്തനത്തിലൂടെ ഉണ്ടാക്കാൻ സാധിച്ച എൻ്റെ യശസ്സിനെ അങ്ങേയറ്റം അപകീർത്തിപ്പെടുത്തുന്ന, തേജോവധം ചെയ്യുന്നൊരു നടപടിയാണിത്. ഇതിനകത്ത് ഒരു പകപോക്കൽ ഉണ്ടെന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അല്ല, അത് കൂടുതൽ പരിശോധിക്കേണ്ട കാര്യമാണ്. ഏതായാലും ഇതിനകത്തൊരു പകപോക്കൽ ഉണ്ടെന്നുള്ളത് കാരണം വളരെ ചെറിയ ഒരു അന്വേഷണത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഞാനീ പറഞ്ഞ ഈ തേനി. അതുപോലെ തന്നെ ഈ കാറിൻ്റെ അവർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് മേടിച്ചേക്കുന്ന കാറാണ്. അതൊക്കെ നിസ്സാര കാര്യങ്ങളാണല്ലോ, അന്വേഷിച്ചാൽ വലിയ. കാരണം ബാങ്കിൽ ഉള്ള കാര്യങ്ങളല്ലേ. അതുപോലെ തന്നെ എൻ്റെ മകളുടെ വിവാഹം നടന്നത് 2012 അപ്പോൾ അതിനു മുമ്പ് ആരെങ്കിലും എന്തെങ്കിലും ഇടപാട് നടത്തിയിട്ടുള്ളതൊക്കെ എൻ്റെ നിലയിൽ വെച്ചാൽ നോക്കി. അല്ലെങ്കിൽ അതിൽ ഈ മോഹൻ എന്ന് പറഞ്ഞ ആളെ എൻ്റെ ബിനാമിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത്ഭുതകരമായിട്ട് തോന്നി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ബന്ധമില്ല, ഒരു ബന്ധമില്ലാത്തത് മാത്രമല്ല, ഞാൻ ആ പാവത്തിൻ്റെ ഒരു ബേക്കറി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഇതവിടെ അലയൻസ് ജംഗ്ഷനിലുള്ള. അതല്ലാതെ എനിക്ക് എന്ത് ബന്ധം? എന്നെ വേട്ടയാടുന്നതോടൊപ്പം തന്നെ എല്ലാ പാവങ്ങളെയും വേട്ടയാടുന്നത് അങ്ങേറ്റം ദൗർഭാഗ്യകരമാണ്. അല്ല, അതല്ല വിജിലൻസ് ഡയറക്ടർ ഞാൻ എൻ്റെ കൂടെ പോർട്ട് ഡയറക്ടറായിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോയ ആളാണ്. അതെ, അപ്പോൾ ഉണ്ടായ കാലം നല്ല ബന്ധമായിരുന്നു. മാറ്റം വന്നു കാണും. അല്ല, ഞാൻ ജനറലൈസ് ചെയ്ത് പറയല്ല. എൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാൻ സാധിക്കും, ഒരു സംശയവും വേണ്ട. പകപോക്കൽ ഡയറക്ടറുടെ ഉണ്ടാവും, ഗവൺമെൻറ് ഉണ്ടാവും. അതിനകത്തെന്ത് സംശയം? ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ലേ ഡയറക്ടറും. അതൊരു രാഷ്ട്രീയമായിട്ടുള്ള പകപോക്കലുണ്ട് ഇതിനകത്ത്. എന്തോ? അല്ല, നേരത്തെ തൊട്ട് അന്തരീക്ഷത്തിൽ മറ്റേ ആരോപണം നിലവിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചും 2 പ്രാവശ്യം ഒരു പ്രിലിമിനറി എൻക്വയറിയും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ത്വരിത പരിശോധനയും നടന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ മുമ്പിലിരിക്കുക ആ കാര്യങ്ങൾ. അല്ല, ഞാൻ ലേറ്റായിട്ട് പറയാമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ തേനിയിലെ ഭൂമിയുടെ കാര്യം പറഞ്ഞല്ലോ, അത് ബിജു രമേശ് ഉന്നയിച്ച ഒരു ആരോപണമാണ്. വളരെ ലേറ്റായിട്ടാണ് പറഞ്ഞിരുന്ന, വലിയ പരിശോധന ഇല്ലാതെയാണ് പറഞ്ഞേക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യം അത് തന്നെയാണ്. വലിയ പരിശോധനകളില്ലാതെ ഡീപ്പായിട്ട്
ഒരു പരിശോധനയില്ലാതെ ആണ് യഥാർത്ഥത്തിൽ ഈ FIR-ൽ ചേർത്തിട്ടുള്ള കാര്യങ്ങൾ മിക്കവാറും തന്നെ മുഴുവൻ ഞാൻ കണ്ടില്ല. ഞാൻ ഈ സ്ക്രോൾ ചെയ്ത് വരുന്ന കാര്യം അതിന് 2-3 കാര്യം ഞാൻ പറഞ്ഞത്. എനിക്ക് ഒരു നിക്ഷേപവും ഒരു സ്ഥാപനത്തിലും ഇല്ല, ഉറപ്പിച്ച് പറയാൻ സാധിക്കും. സംസ്ഥാനത്തോ വിദേശത്തോ കേരളത്തിന് പുറത്തോ യാതൊരു നിക്ഷേപവും ഇല്ല, ഒരു ബിസിനസ് പങ്കാളിത്തവും ഇല്ല. എന്നാൽ എനിക്ക് എറണാകുളത്തുള്ള മിക്കവാറും എല്ലാ ബിസിനസ്സുകാരെയായിട്ട് നേരിട്ട് അറിയാം. കാരണം ഞാൻ 25 കൊല്ലമായിട്ട് MLA ആയിരുന്ന ആളല്ലേ, എനിക്കറിയാൻ പാടില്ലാത്ത ആരുമില്ല. പക്ഷെ ആരുമായിട്ടും എനിക്കൊരു ബിസിനസ് പങ്കാളിത്തവും ഇല്ല. ഓക്കെ. കെ ബാബു മാധ്യമങ്ങളെ കാണുകയായിരുന്നു. FIR പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നാണ് കെ ബാബു പ്രതികരിച്ചത്. തേനിയിൽ തനിക്ക് ഇങ്ങനെ ഒരു സ്ഥലമില്ല, തൻ്റെ മകളുടെ വിവാഹത്തിന് മുൻപ് തന്നെ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ FIR പറയുന്ന കാര്യങ്ങൾ തെറ്റാണ്. തൻ്റെ മകളുടെ വിവാഹത്തിന് മുൻപ് തന്നെ മകളുടെ ഭർത്താവിൻ്റെ പിതാവ് ആ വസ്തു വിറ്റിരുന്നു തുടങ്ങിയതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ചില രാഷ്ട്രീയ പകപോക്കലാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കെ ബാബു പ്രതികരിച്ചത്. തനിക്കിങ്ങനെ ഒരു ബിനാമി ഇല്ല എന്നും ആ വ്യക്തിയെ തനിക്ക് ഒരു തവണ മാത്രം കണ്ട് പരിചയം ആണ് ഉള്ളത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് കെ ബാബു പറഞ്ഞത്. സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷം ഇന്ന് ദില്ലിയിൽ. കൈരളി എന്ന് പേരിട്ടിരിക്കുന്ന സാംസ്കാരിക പരിപാടി രാഷ്ട്രപതി ഭവനിൽ അരങ്ങേറും. രാഷ്ട്രപതി പ്രണബ് മുഖർജി, ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി തുടങ്ങിയവർ കേരളത്തിന്റെ ഓണാഘോഷ പരിപാടി ആസ്വദിക്കാനായി എത്തും. ഇതാദ്യമായാണ് കേരളത്തിന്റെ ഓണാഘോഷത്തിന് രാഷ്ട്രപതി ഭവൻ വേദിയാകുന്നത്. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റ് ഫെഡറേഷന്റെ 17ാമത് വാർഷിക ജനറൽ മീറ്റിംഗ് അവസാനിച്ചു. പുനിത് ഗോയങ്കയെ ഫൗണ്ടേഷൻ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. രഞ്ജിത് ശർമ്മ, NP സിംഗ്, സുധൻ ഷുവോട്ട്, K മാധവൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും KVL നരൻ റാവുവിനെ ട്രഷററായും ഫൗണ്ടേഷൻ തെരഞ്ഞെടുത്തു.